ഹായ് മക്കളെ, എൻ്റെ വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് കുറച്ച് ബാക്കി കാണുന്നത്. പക്ഷെങ്കിലും ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ബാലൻസിങ് ആൻഡ് ഇക്വേഷനാണ് നമ്മളിപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബാലൻസിങ് ദ ഇക്വേഷൻ. എന്തിനാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തിനാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് അറിയോ? നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാസ് എന്ന് പറയുന്നുണ്ടല്ലോ, മാസ് ഇസ് നീദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് പറയാം. ഓക്കെ, അത് നമ്മളുടെ ഒരു കെമിക്കൽ ഇക്വേഷനിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൺസെപ്റ്റാണ് എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്. കാരണം നമ്മൾ ഒരു സാധനം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മളൊരു ഗ്ലാസ് നാരങ്ങ ഉണ്ടാക്കുകയാണ്. അതാണ് ഞാനിവിടെ എഴുതി വെച്ചത്. അതിനകത്ത് നമ്മൾ 20 ml വാട്ടർ, ഇത് കണക്കൊന്നും ശരിയാണോ എന്നൊന്നും അറിയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 20 ml വാട്ടറിൻ്റെ അകത്ത് നമ്മൾ ഒരു 5 ml ലെമൺ ജ്യൂസ് ഒഴിച്ചു, ഒരു 10 ml സർബത്ത് ഒഴിച്ചു. നല്ല സർബത്തൊക്കെ ഒഴിച്ച് കുടിക്കാൻ പോവാണ്. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 20 ml വാട്ടർ ഉണ്ട്, 5 ml സർബത്ത് ഉണ്ട്, അതേപോലെ 5 ml ലെമൺ ജ്യൂസ് ഉണ്ട്, 10 ml സർബത്ത് ഉണ്ട്. ഇത്രയും സാധനങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? 35 ml. ഈ ഗ്ലാസിൻ്റെ അകത്ത് എത്ര വെയിറ്റ് ഉണ്ടാവും? 35 ml തന്നെ ഉണ്ടാവും അതിൻ്റെ അകത്ത്, അല്ലേ? അതിൻ്റെ അകത്തുനിന്ന് ഇതെല്ലാം മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്കൊരിക്കലും അതിലും ഭയങ്കരമായിട്ട് ഒരു 50 ml ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ എത്രയാണോ ഇതിൻ്റെ മാസ് അത് തന്നെ ഇവിടെ കിട്ടുള്ളൂ. സെയിം കൺസെപ്റ്റാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് 2 സൈഡ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ഈക്വൽ ടു സൈൻ അല്ലെങ്കിൽ ഒരു ആരോ ഉണ്ടാവും, അല്ലേ? ഈക്വൽ ടു സൈൻ അല്ല ഉണ്ടാവുക, മിക്കവാറും ആരോ ആണ് ഉണ്ടാവുക. ആ ആരോൻ്റെ അർത്ഥം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് മുഴുവൻ റിയാക്റ്റൻസ് ആണ്, റൈറ്റ് സൈഡിലുള്ളത് അതിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പം റിയാക്റ്റൻസ് കൂടി ചേർന്നിട്ട് കെമിക്കൽ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. അപ്പം ഈ റിയാക്റ്റൻസിന് എത്ര മാസ് ഉണ്ടോ ആ മാസ് തന്നെ പ്രൊഡക്റ്റിലും ഉണ്ടാവണം. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം 2 സൈഡും ഈക്വലായിട്ട് നിൽക്കാൻ എന്ത് ചെയ്യണം. ഇനി എങ്ങനെ കൺസെപ്റ്റ് മാറ്റാൻ നോക്കാം. ഇപ്പം ഞാനിവിടെ H2O, ഓക്കെ, ഇവിടെ H2O എന്ന് എഴുതി, വാട്ടർ. ഓക്കെ, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ, O, ഇങ്ങനെയാണ് വരുന്നത്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇവിടെ 2H2O എന്ന് ഇട്ടു. ഓക്കെ, നമുക്കിവിടെ ഇപ്പം എന്താണ്? H എന്ന് പറയുന്നത് 2 ഉണ്ട്, ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. ഇവിടെ ഒരു 2 ഇട്ട്, ദിസ് ഈസ് കോമൺ ഫോർ H ആൻഡ് O. ഓക്കെ, അപ്പം 2 × 2 is 4. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 4 ആണ്. ഓക്സിജനോ ഇവിടെ 1 ആയിരിക്കുന്നുണ്ടാവും. 1 × 2 is 2. അപ്പോൾ ഓക്സിജൻ ഇവിടെ 2ഉം ഹൈഡ്രജൻ 4ഉമായി. ഹൈഡ്രജൻ ഇവിടെ 4ഉം ഓക്സിജൻ ഇവിടെ 2ആയി. ഇവിടെ ഹൈഡ്രജൻ 2 ആണുള്ളത്, ഓക്സിജൻ 1 ആണുള്ളത്. ഓക്കെ, ഓക്സിജൻ 1 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? 2 ഉള്ള ഓക്സിജന് ഇവിടെ 1 ആണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്താവും? ഒരു 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ഓക്സിജനായി. അപ്പോൾ ഇവിടെയും 2 ഓക്സിജനായി. ഹൈഡ്രജൻ ഇവിടെ 4 ആണ്, ഇവിടെ 2 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 4 × 2 × 2 is 4. അപ്പം ഇവിടെയും 4 ആയി, ഇവിടെയും 4 ആയി, ഇവിടെ ഓക്സിജന് 2 ആയി, ഇവിടെയും ഓക്സിജന് 2 ആയി. ഓക്കെ, ഇതിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓക്സിജൻ എനിക്കിവിടെ 2 വന്നു. ഓക്കെ, ഇവിടെ ഞാൻ 2O എന്നാണ് എഴുതിയത്. ഒരിക്കലും ഞാൻ ഇവിടെയുള്ള ഓക്സിജന് O2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാൻ പാടില്ല. മനസ്സിലായോ? എപ്പോഴും ഇതിൻ്റെ ഈ ഒരു സ്പേസിലാണ് എഴുതുക. ഇവിടെ മാറ്റിയിട്ട് നിങ്ങൾ നമ്പർ മാറ്റാൻ നോക്കരുത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് പോവാം. ഹൈഡ്രജൻ പ്ലസ് H2 പ്ലസ് O2 ഗീവ്സ് H2O. എങ്ങനെയാണ് മാറ്റുക? ഈസി ആയിട്ട് നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം ഒരു പെൻസിൽ എടുത്തിട്ട് കയ്യിൽ വയ്ക്കാം വിത്ത് റബ്ബർ. ഓക്കെ, കാരണം നമുക്കിതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. ഇനി എൻ്റെ കുട്ടികളൊന്ന് പറയാം, ഇത് ബാലൻസ്ഡ് അല്ലാത്തൊരു ഇക്വേഷനാണ്. കണ്ടാൽ അറിയാലോ, ഇവിടെ H2 ഉണ്ട്, ഇവിടെ H2 ഉണ്ട്, ഇവിടെ O2 ആണ്, ഈ സൈഡിൽ O ആണുള്ളത്, 1 ഒറ്റൊന്നാണുള്ളത്. ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 1 ആണുള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ്ഡ് അല്ലാത്ത ഇക്വേഷൻ എന്താ പറയുകയെന്നറിയോ? സ്കെലിറ്റൽ ഇക്വേഷൻ എന്നാണ് പറയാം. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണേ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു H2 ആണ്, ഇവിടെയും 2 ആണ്, O2 ആണ്, ഇവിടെ 1 ആണ്. ഇവിടെ എനിക്ക് 2 ആക്കണം. എനിക്കൊരിക്കലും ഇവിടെ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും.
ഇപ്പോൾ ഇവിടെ O 2 ആയി, പക്ഷേങ്കിലും H എത്രയായി? 4 ആയി. 2 × 2 4 ആയി. ഇവിടെ ഹൈഡ്രജൻ എത്രയാണ്? H2 എത്രയാണ് ഉള്ളത്? 2 ആണ്. അപ്പോൾ എനിക്കിവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ ഇത് 4 ആയി. ഇപ്പം H4 O2 ഇവിടെയും 2 ആയി, H4 ആയി. സോ ദിസ് ഇസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. CA പ്ലസ് ക്വസ്റ്റ്യൻ എനിക്ക് പെന്നുകൊണ്ട് എഴുതാം അല്ലേ. CA പ്ലസ് HCl gives CaCl2 plus H2. ഓക്കെ, എളുപ്പമാണോ? ഇതിൻ്റെ അകത്ത് CA 1 ആണ്, H ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ആണ്, ഇവിടെ ഒന്നുമില്ല അല്ലേ. Hന് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എനിക്കൊരു 2 ഇട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ എന്താണ്? Cl2 ഉണ്ട്. ഇവിടെ Cl ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ ഞാനൊരു 2 ഇട്ട് കൊടുത്തപ്പം ഈ Cl ഇതിനും വന്നു. അപ്പോൾ ഇവിടെ Hന് 2 കിട്ടി, ഇവിടെയും കിട്ടി. Cl2ന് ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. Ca 1 ആണ്, ഇവിടെയും 1 ആണ്. സോ ദ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ്. മനസ്സിലായോ? ഇനി Fe പ്ലസ് എസ്, ഫെറസ് പ്ലസ് സൾഫർ ഗീവ്സ് ഫെറസ് സൾഫേറ്റ്. ഇത് നോക്കൂ, ഫെറസ് എത്ര എണ്ണം ഉണ്ട്? ഭയങ്കര ടഫല്ലേ. ഫെറസ് 1 ഉണ്ട്, സൾഫർ 1 ഉണ്ട്. ഫെറസ് സൾഫേറ്റിലും ഇതേപോലെ ഇതൊന്ന് 1. ബാലൻസ്ഡ്, ഓൾറെഡി ബാലൻസ്ഡ് ഇക്വേഷനാണ്. മനസ്സിലായോ? ഇനി ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചോദിക്കും ബാലൻസ് ദ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയും. ഓക്കെ, ഇക്വേഷൻ Fe പ്ലസ് എക്സ് H2O gives Fe3O4 പ്ലസ് YH2. ഒന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. പെൻസിലെടുത്തു. എഗെയിൻ നമുക്കിതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ട ആരാണ്? ഹീറോ നമ്മളുടേത് പെൻസിലാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമ്മളുടെ പെൻസിലുകൊണ്ട് തന്നെ താഴത്തേക്ക് എഴുതാണ്. Fe നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതാം. പ്ലസ് ഇവിടെ Fe എത്രയുണ്ട്? 3 ആണ്. ഇവിടെ Fe 1 ഉള്ളൂ. അപ്പം ഞാനിവിടെ Fe 3 ആക്കി. ഓക്കെ, അതിൻ്റെ ആവശ്യമുണ്ടോ നോക്കാം. Fe 3 ആക്കി. പിന്നെയോ, ഇനി ഇവിടെ എന്താ വേണ്ടത്? H2O. H2 ഇവിടെയും H2 ഉണ്ട്, ഒന്നും മാറ്റാനില്ല. ഗിവ്സ് O എത്രയാണ് ഇവിടെ? ഇവിടെ 1 ഉള്ളൂ. ഇനി Fe3O4 പ്ലസ് H2. Y അവിടെ നിൽക്കട്ടെ. H2 Fe ഞാനിവിടെ 3 ആക്കി അല്ലേ. ഇത് ഞാൻ ഇവിടേക്ക് 3 2 ബാലൻസ് ആക്കി. ഓക്സിജൻ ഇവിടെ 4 ഉണ്ട്, ഇവിടെ ആകെ 1 ഉള്ളൂ. എനിക്കിവിടെ 4 ഇട്ടേ മതിയാവുള്ളൂ, അപ്പോഴേ ബാലൻസ് ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 ഇട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എത്രയായി? H എത്രയായി? H4 2s are 8 വന്നു. ഇവിടെയും എനിക്ക് 8 വേണം, അപ്പം ഞാൻ 4H2 ഇട്ട്. ഓക്കെ, ഇനി എനിക്ക് എന്താ ഇവിടെ ബാലൻസ് ചെയ്യാനുള്ളത്? ഇവിടെ ഓക്സിജൻ 4 വന്നു, ഇവിടെ ഓക്സിജൻ 4 വന്നു, Fe3 വന്നു, ഇവിടെയും Fe3 വന്നു, H2 ഇവിടെ 8 വന്നു, ഇവിടെയും H2 8 വന്നു, ഇവിടെ O4 വന്നു, ഇവിടെയും O4 വന്നു. സോ ദ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. വൈൻ്റെ വാല്യൂ എത്രയാണ്? വൈൻ്റെ വാല്യൂ ഇസ് 4. H2O അല്ലേ. H2 8 ആണ്, ഇവിടെയും H2 8 വന്നു. അപ്പോൾ 4 and 4 ഉണ്ടോ? എക്സിൻ്റെ വാല്യൂ 4, വൈൻ്റെ വാല്യൂ 4. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായില്ലേ? ഇതാണ് ഈസിയസ്റ്റ് മെത്തേഡ് ടു ഡു ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് 2-3 ടൈപ്പ്, വേറൊരു ടൈപ്പും കൂടി വരാനുണ്ട്. അതായത് SO4 ത്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരാനുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കൊരു ഇക്വേഷൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സൈൻ വന്നിട്ട് അത് ത്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം 3 പ്രാവശ്യം ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, SO4 3 ടൈംസ്.
ആ ഇക്വേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് ചെയ്യാം. അത് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് റബ്ബർ വെച്ചിട്ട് മായച്ചിട്ട് പെൻസിലുകൊണ്ട് കളിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചൊന്ന് ഇതേപോലെ ഞാൻ കോളമൊക്കെ വരച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ബാലൻസ് ചെയ്യുന്നുണ്ടോ നോക്കാനുണ്ട്. ഓക്കെ, ആദ്യം ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതേപോലെ നമുക്ക് കാണാവുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന MgO. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇക്വേഷൻ വരുന്ന ഒരു സാധനമുണ്ട്, മെഗ്നീഷ്യം വെൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ MgO ഗീവ്സ് 2Mg, MgO + O2 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ MgO. അതായത് MgO ഓക്സിജൻ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഓക്സിജൻ ഇവിടെ 2 വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ആക്കി. ഇപ്പോൾ ഓക്സിജൻ 2 ആയപ്പം മെഗ്നീഷ്യം 2 ആയി. അപ്പോൾ ഇവിടെ ഒരു 2 ഇട്ട്. ഓക്കെ, ഈസിയാണ്. ഇതുപോലെ കുറച്ച് ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള സംഭവം എന്താണെന്നറിയോ, ഇവരൊരിക്കലും നിങ്ങൾക്ക് ബാലൻസ് ഇക്വേഷൻ തരാൻ ഇങ്ങനെ കെമിക്കൽ ഫോർമുല തന്നിട്ട് തരൂല. ഓക്കെ, മിക്കവാറും നിങ്ങൾക്ക് തരിക കാൽഷ്യം + ക്ലോറിൻ റിയാക്ട് ചെയ്താൽ എന്താണ്, റൈറ്റ് ദ ഇക്വേഷൻ അല്ലെങ്കിൽ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് കാൽഷ്യം + ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഗിവ് ബാലൻസ് ദ ഇക്വേഷൻ എന്ന് പറയും. ആ സമയത്ത് നമ്മൾക്ക് അറിയണം കാൽഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്തെല്ലാം ഉണ്ടാവും. അതൊന്നും അറിയാതെ നമുക്ക് എന്തിട്ടെടുത്തിട്ടാണ് ബാലൻസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് ടെക്സ്റ്റിലുള്ളത് ഫുള്ള് പഠിക്കണം. കാരണം ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ചോദിച്ചിട്ട് അത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. ആ ഒരു മാർക്ക് മിസ് ഔട്ട് ചെയ്യരുതെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് എല്ലാം ടെക്സ്റ്റിലുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അത് ഫുള്ള് നല്ല തെറോ ആയിരിക്കണം. എപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അത് ഏത് ഇക്വേഷനാണ്, അതിൻ്റെ പ്രൊഡക്ട്സ് എന്താണ്, റിയാക്ടൻസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യണം. അത് നമുക്ക് അറിയില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ Ca + HCl, ഈ ഹൈഡ്രജൻ നമ്മൾ എഴുതാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഹൈഡ്രജൻ അറിയില്ല, നമുക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് നമുക്ക് അറിയില്ല. നമുക്കിത് മാത്രം ഇരുന്ന് ബാലൻസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ആ കെമിക്കൽ ഫോർമുലാസ് കൃത്യമായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഈസിയാണ്. സ്റ്റാർട്ടിങ് അല്ലേ 10th ഇഷ്ടം പോലെ സമയമുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ണിൻ്റെ നേരെ കാണുന്ന സ്ഥലത്ത് പാടുള്ള ഇക്വേഷൻസൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ അകത്തേക്ക് ഒരു നോട്ടം പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി ഒരു ടഫായിട്ടുള്ള 2 ഇക്വേഷൻസ് മാറ്റി വെച്ചിട്ടുണ്ട്, അത് പഠിപ്പിച്ചു തരാം. ഓക്കെ.